അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ 32 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 16 പേർ വിദ്യാർത്ഥികളാണ്. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് മാത്രം 21 മൃതദേഹം കണ്ടെത്തി. ഇതിൽ 9 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണ്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പരിക്കേറ്റവർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? സുജിയ, മരണസംഖ്യയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചില പ്രതികരണങ്ങൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ നമുക്ക് ഇപ്പോൾ കണക്കുകൾ എന്ന് മനസ്സിലാകുന്നത് ഈ ഹോസ്പിറ്റൽ പരിസരത്ത്, അതായത് ഈ ഹോസ്റ്റൽ പരിസരത്ത് വിമാനം തകർന്നു വീണത് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലെ ജീവനക്കാരുണ്ടായിരുന്ന കെട്ടിടത്തിനൊക്കെ പരിസരത്താണ്. അവിടെ മുൻപാണ് നമ്മൾ കുറച്ചു മുമ്പ് അവിടെ നമ്മൾ എയർ ഇന്ത്യ വിമാനത്തിന്റെ വാൽഭാഗം കാണുകയും ചെയ്ത് ആ പ്രദേശത്ത് നിന്ന് 21 മൃതദേഹങ്ങൾ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഒരു ഔദ്യോഗിക കണക്കായി പുറത്തേക്ക് വരുന്നത്. ഇതിൽ 9 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണ് എന്നും കണക്കിൽ ഉണ്ട്. ഒപ്പം പരിക്കേറ്റ വിദ്യാർത്ഥികൾ 12 പേർ ഡിസ്ചാർജ് ആയി എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ BJ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്താണ്. ഈ പ്രദേശത്താണ്, ഇതിനകത്താണ് ഈ DNA സാമ്പിളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആ ഹോസ്പിറ്റലിൽ പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇവിടെ ചികിത്സയിലുള്ള ആളുകളുടെ പേരുകളൊക്കെ കൃത്യമായി ഇവിടെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. എത്ര പേർ ഇവിടെ ഇത്തരത്തിൽ ചികിത്സയിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ലിസ്റ്റ് പ്രകാരം 32 പേർ ഇവിടെ ചികിത്സയിൽ ഉണ്ട് എന്നാണ് ഈ ലിസ്റ്റ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഓരോ ആളുകൾ, പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ പേരുകൾ അവരുണ്ട്, അതോടൊപ്പം സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്, ഒപ്പം മറ്റ് സ്റ്റാഫുകളുണ്ട്, ഒപ്പം വിദ്യാർത്ഥികളുടെ പേരുകളുണ്ട്. അങ്ങനെ 16 വിദ്യാർത്ഥികൾ ഇതിൽ ചികിത്സയിൽ ഉണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ അടക്കം കൊടുത്തിരിക്കുന്നു. ഇതിൽ ഉള്ളതിൽ വിദ്യാർത്ഥികളിൽ എല്ലാവരും പുരുഷന്മാരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൺകുട്ടികളാണ് ഉള്ളതിൽ കൂടുതൽ പേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ആളുകളുടെ വിവരങ്ങൾ ഇന്നലെ വൈകുന്നേരം 5 മണിയുള്ള കണക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ കണക്കാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതാണെങ്കിലും 32 പേർ ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ ഉണ്ട് എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഉള്ള കണക്കുകൾ ഇപ്പോൾ എന്താണെങ്കിലും ആശുപത്രി അധികൃതർ തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. 1:30ക്കാണ് കേന്ദ്രമന്ത്രി വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളുകൾ ഇതിനകത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ രഞ്ജിത്തിന്റെ സഹോദരൻ രതീഷ് അടക്കം എത്തി ഇവിടെ നിന്നാണ് സാമ്പിൾ നൽകി മടങ്ങിയത്. ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. പക്ഷേ അത് ചൊവ്വാഴ്ചത്തേക്കാകും അത്തരത്തിൽ പരിശോധനാ ഫലങ്ങൾ എത്തുക എന്ന സൂചനയും പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് 265 പേരുടെ മൃതദേഹമാണ് നേരത്തെ കണ്ടെത്തിയത്. DNA പരിശോധനാ ഫലം ലഭ്യമാകാനായിട്ടുള്ള സമയം അത് കൂടുതലാകും എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണല്ലോ. അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വ്യക്തത എന്താണ്, നോബിൾ? സുജിയ, ഈ DNA പരിശോധനാ ഫലം അത് വരേണ്ടതുണ്ട്. കാരണം പരിശോധന ഇന്നലെ രാവിലെ പുലർച്ചെ മുതൽ തന്നെ ബന്ധുക്കൾ എത്തിക്കൊണ്ട്, മരിച്ച ആളുകളുടെ ബന്ധുക്കൾ എത്തിക്കൊണ്ട് ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ലാബിൽ, BJ മെഡിക്കൽ കോളേജിന്റെ ഈ ലാബിൽ നൽകിയിട്ട് വരികയാണ്. അതിൽ ഇന്നലെ ലണ്ടനിൽ നിന്നടക്കം ആളുകൾ എത്തി ഇത്തരത്തിൽ DNAക്കുള്ള സാമ്പിളുകൾ നൽകിയിരുന്നു. നമ്മുടെ രഞ്ജിത്തിന്റെ സഹോദരൻ രതീഷ് ഇന്ന് രാവിലെ എത്തിയാണ് ഇവിടെ സാമ്പിൾ നൽകുകയും ചെയ്തത്. 72 മണിക്കൂറാണ് ഈ പരിശോധനയ്ക്ക് വേണ്ട സമയപരിധി പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ദിവസം പിടിക്കും എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയോടെയായിരിക്കും ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്ന് വേണം നമുക്ക് പ്രാഥമികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചൊവ്വാഴ്ച വരെ നമുക്ക് ഈ റിസൾട്ടുകൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ ഈ സിവിൽ ആശുപത്രിയുടെ ഒരു പോസ്റ്റ്മോർട്ടം റൂമിലായിരുന്നു ഇന്നലെ ഉണ്ടായത്. അത് ഇവിടുന്ന് മറ്റൊരു മോർച്ചറിയിലേക്ക്, കൂടുതൽ സൗകര്യങ്ങൾ ഒരു മോർച്ചറിയിലേക്ക് കഴിഞ്ഞ രാത്രി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വശത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ 32 പേർ ചികിത്സയിൽ ഉണ്ട് എന്ന കണക്കുകൾ പുറത്തേക്ക് വരുന്നു. അതിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ആർക്കും ഇല്ല എന്ന സൂചനകൾ വിവരങ്ങൾ നൽകിയത് നോബിൾ മാരിക്കാരനാണ്. ഇപ്പോൾ അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളുടേതാണ് മൃതദേഹം കിട്ടിയത് എന്ന് കരുതുന്നു. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.